അടിമുടി അരാജകത്വം, നാട് കുട്ടിച്ചോറായി, ജീവിതത്തിന് ഭദ്രതയില്ലാതായിരിക്കുന്നു. എവിടെയും ബംഗാൾ, ബീഹാർ, ഡൽഹി, കേരളം, അതിർത്തി പ്രദേശങ്ങൾ. എവിടെയായിരുന്നു ഇത്ര നേരം? ഒരു പത്ര റിപ്പോർട്ടറുടെ കടമയെന്തെന്ന് എന്നെ പഠിപ്പിക്കേണ്ട മോനെ. ഈ ഗുരുതരമായ പരിതസ്ഥിതിയിൽ നാം ഉറങ്ങുകയല്ല വേണ്ടത്, ഉണർന്ന് പ്രവർത്തിക്കണം. സൈക്കിളിൽ ചുറ്റി പ്രവർത്തിക്കണമെന്നായിരിക്കും. ചുറ്റിയടിച്ച് പ്രവർത്തിച്ചാൽ മതി, സൈക്കിളിൽ തന്നെ വേണമെന്നില്ല. അതൊരു തരം ചവിട്ടി പ്രവർത്തിപ്പിക്കൽ മാത്രമായി കരുതുകയാണെങ്കിൽ പുത്തൻ വാർത്തകൾ എന്തെല്ലാം ശേഖരിച്ചു. ലേറ്റസ്റ്റ് ന്യൂസിന്റെ കോളം കരകവിഞ്ഞു പോയില്ലേ? അല്ലെങ്കിൽ ഏതായാലും എഴുതി വെച്ചേക്കും. എന്താണ് നാം ഈ കേൾക്കുന്നത്, കാണുന്നത്, അറിയുന്നത്, അനുഭവിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്? കൊള്ളസംഘമാണോ, കള്ളസംഘമാണോ, രാഷ്ട്രീയ ഒളിപ്പോരാണോ, പിടിച്ചുപറ്റലാണോ? ഫ്രാൻസിൽ, ജർമ്മനിയിൽ, റഷ്യയിൽ, വിയറ്റ്നാമിൽ, പാകിസ്ഥാനിൽ, ബംഗ്ലാദേശിൽ. ഓഹോ, എന്നാലിനി താൻ പറഞ്ഞോളൂ, ഞാൻ എഴുതിയെടുക്കാം. മിസ്റ്റർ തമ്പി ഇരിക്കണം. ഇല്ല, അങ്ങനെ തമ്പി ഇരുത്താൻ നോക്കേണ്ട മക്കളെ. നിലവിലുള്ള ഭരണകൂടത്തെ തകിടം മറിക്കാൻ രാഷ്ട്രീയത്തിന് നിറം കൊടുത്തുകൊണ്ട് ചില പിന്തിരിപ്പൻ ശക്തികൾ നടത്തുന്ന അഴിമതികളും അക്രമങ്ങളും അട്ടിമറികളും എല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. ഇൻസ്പെക്ടർ സോമന് കിട്ടിയ ഫോൺ സന്ദേശം എവിടുന്നായിരുന്നു എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സന്ദേശം എന്തായിരുന്നു എന്ന് പറഞ്ഞില്ല. ആൾപ്പാർപ്പില്ലാത്ത ആ മാളിക റേഡി ചെയ്തിട്ട് വല്ല തുമ്പും കിട്ടിയോ? അതുമില്ല. തല മാത്രം കിട്ടി. തല ധാരാളം കിട്ടട്ടെ. ഈ ഭൂമിയിൽ ഭൂരിപക്ഷം മനുഷ്യർക്കും തലയില്ലാതായിരിക്കും. പിന്നെ എന്തോന്ന് മാഷ ഉടനെ നല്ല ഉരുള കയറ്റി വെച്ചിരിക്കണേ? തലയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പണിക്ക് ഇറങ്ങുമ്പോ മോനെ ചുമ്മാ ഇരുന്ന് 10 പൈസ ഉണ്ടാക്കുമായിരുന്നില്ലേ? നമ്മുടെ കൂട്ടത്തിൽ തലയുണ്ടെന്ന് ഭാവിക്കുന്നവർക്കോ തലയൊന്നും ഉയർത്താൻ സമയം കിട്ടുന്നില്ല. കഴുതയെപ്പോലെ കുനിച്ചു പിടിച്ചൊരു നിൽപ്പാണ് എവിടെയൊക്കെ, ആരുടെയൊക്കെ മുമ്പിൽ. പറയണോ? തലകളെല്ലാം ഉണ്ടോ? സാറെന്തുവാ പറഞ്ഞത്? കെട്ടുകളെല്ലാം ഉണ്ടോ? കെട്ടുകളെല്ലാം വാങ്ങി കയറ്റി. തല മാത്രമല്ല, പത്രക്കെട്ടല്ല, തലക്കെട്ട്. പോണം പോണം. എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറഞ്ഞ് നേരം വിളിപ്പിക്കും. ഭീകരമായ കൊലപാതകങ്ങൾ, അജ്ഞാതഹസ്തങ്ങൾ നടത്തുന്ന അറുകൊല, തലകൾ മാത്രം. പിടിച്ചോ, ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. കാമുകിക്കുന്ന തോന്നേ. ബുദ്ധിരാക്ഷമോൻ പറഞ്ഞത് കറക്റ്റ്. യുവാക്കൾ നേരം വിളിക്കും മുൻ ഉണരുക, കാമുകിയെ വിളിക്കുക, മനസ്സിലെങ്കിലും കാണുക, കുളിമുറിയിൽ കയറുക എന്നാണ് പ്രമാണം. അതെ. ഹലോ ഹലോ, അസമയത്ത് വിളിച്ചതിൽ ക്ഷമിക്കണം. മധുസാറുണ്ടോ? CID ഓഫീസർ മധുസാർ. ചേട്ടൻ ഇനിയും എത്തിയിട്ടില്ല. മോളെ ജയേ. എന്തോ? തങ്കക്കുടമേ, ഞാൻ ആ മുഖകമലം വിരിയുന്നത് ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ആത്മനാഥനെ സ്വീകരിക്കാൻ ഞാൻ അത്തരം പൂശി നിൽക്കുകയാണ്. നർമ്മണം ഫോണിലൂടെ കിട്ടുന്നുണ്ടോ? നേരം വിളിക്കാറായാൽ ഉണരുകയല്ലേ വേണ്ടത്? എനിക്ക് ഉറങ്ങണം. ഞാൻ താരാട്ട് പാടണം. എന്നാ ഒന്ന് പാടിത്തരണം. മുല്ല മലർത്തേ കിണ്ണം മല്ലിപ്പൂ മധുപാത്രം പാടി നടക്കും തെന്നലിനിന്നൊരു പാനോത്സവവേള, മധുപാനോത്സവവേള. മുല്ല മലർത്തേ കിണ്ണം മല്ലിപ്പൂ മധുപാത്രം പാടി നടക്കും തെന്നലിനിന്നൊരു പാനോത്സവവേള, മധുപാനോത്സവവേള. നേരെ ഒരുപാടായി. എന്താ ആലിസായിപ്പേ? അള്ളാന്റെ അമ്മ വെറുതെ ഇങ്ങനെ നടക്കണ പോലെ. അഞ്ജന കണ്ണെഴുതി
ചാത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ. ഗുഡ് മോർണിംഗ് മാഡം. എന്നെ കൊണ്ടുവരാ വീണോ? ഇത്രയും മാത്രം എന്ത് പറ്റി? കൈയും കാലും വിറയ്ക്കുന്നുണ്ടോ? കള്ളക്കടാക്ഷം കൊണ്ട് കരട് പറിക്കുന്ന കരിങ്കൂവള നയനങ്ങളുള്ള നിന്നെ കണ്ടാൽ ആരാണ് വീഴാതിരിക്കാൻ? ഓ, അങ്ങനെ എന്റെ പൊന്നും കൂടെ വീഴല്ലേ. വരൂ, അകത്തോട്ട് വരൂ. വിളിക്കാത്ത കുറ്റല്ലേ ഉള്ളൂ. ഞാനകത്തേക്ക് വരാൻ തയ്യാറാ. പറയില്ല, എന്നോട് ഹൃദയം തുറന്ന് സംസാരിക്കില്ലല്ലേ? ഇനി ഞാൻ എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് സംസാരിക്കാനുള്ളത്? എന്നിൽ നിന്ന് മൊളിക്കണ്ട. മാലതി പലതും മറച്ചു പിടിക്കുന്നു. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. എനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു മധു. ഒരു നേര് പറഞ്ഞു. മാലതിയുടെ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ഭാവവ്യത്യാസം എന്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുറെ നാളുകളായി ഇത് പ്രകടമായി തുടങ്ങിയിട്ട്. എന്താ ഒന്നും മിണ്ടാത്തത്? ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ചിരുന്ന വാഗ്ദാനങ്ങൾ കൈമാറി. ഒരു മനസ്സും രണ്ടുടലും പോലെ കഴിയും. വർഷങ്ങൾ കഴിയും. എനിക്കിങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ എന്തൊക്കെയോ സ്വപ്നങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടു. മധു, ഈ ജോലി ഉപേക്ഷിക്കണം. അപകടം നിറഞ്ഞ ഈ ജോലി വേണ്ട. അപ്പോ എന്നെ വിവാഹം ചെയ്യുന്നില്ലെന്ന് മാലതി വിലക്കുന്നത് ഇതാണ് എങ്കിൽ ഒരു നുണ കൂടി പറയുന്നു, അത്രയേ ഉള്ളൂ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛൻ വന്നിട്ടാകട്ടെ എന്ന് മാലതി പറഞ്ഞു ഓർക്കുന്നുണ്ട്. പറയൂ, അച്ഛനെ കാണാത്തതുകൊണ്ടുള്ള ദുഃഖം കൊണ്ടാണോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അച്ഛൻ ബിസിനസ് സംബന്ധമായി എവിടെയോ പോയി. എന്ന് വരുമെന്നും എവിടെയാണ് പോകുന്നെന്നും ഒന്നും പറഞ്ഞില്ല. അന്വേഷണം നടത്താമെന്ന് പറഞ്ഞപ്പോ മേൽവിലാസമില്ലാത്ത ഒരു കത്ത് അച്ഛൻ അയച്ചിരുന്നു എന്ന് മാലതി പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിരിക്കില്ല. ശരി, ഇനി ഞാൻ ആ വിഷയം എടുത്തിട്ട് മാലതി വിഷമിപ്പിക്കുന്നില്ല. വന്ന പാടിയെ പറഞ്ഞു തുടങ്ങിയ കഥ അങ്ങ് പറഞ്ഞു തീർത്തേക്കാം. എന്താണ്? എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങിയ പെണ്ണിന്റെ കഥ. ആ പെണ്ണിനെ പിന്നെ കണ്ടില്ല. പെട്ടിയും പോർട്ടറും. പെട്ടിയിൽ എന്തായിരുന്നു? എന്താ ഇങ്ങനെ നോക്കുന്നത്? പറഞ്ഞാൽ പേടിക്കുമോ എന്ന് ചിന്തിക്കുകയായിരുന്നു. പത്രങ്ങളൊന്നും കാണാറില്ലേ? ഞാൻ ഈയിടെയായി ഒന്നും നോക്കാറില്ല. പെട്ടിയിൽ എന്തായിരുന്നു? ഒരു തല, അറുത്തു വെച്ച മനുഷ്യ ശിരസ്. ആരുടെ? എന്റെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയാണിത്? എന്റെ ഈശ്വര! മാലതി, മാലതി! തെളിഞ്ഞ മുഖത്തോടെ പെരുമാറുക. സംശയത്തിനിടം കൊടുക്കരുത്. രഹസ്യങ്ങൾ കിട്ടുന്നത് ചോർത്തിയെടുക്കണം. താക്കീതുകൾ ഓർമ്മയിരിക്കട്ടെ. കുറെ കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം തോന്നുന്നു. പുറത്തിറങ്ങി നടക്കാം. കാറ്റും വെളിച്ചവും ആശ്വാസം തരും. ശരി വരൂ. രാമകുട്ടി, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുക കേട്ടോ.